കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ സത്യം പറഞ്ഞാൽ ആരോഗ്യ വകുപ്പ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം, അതാണ് വേണ്ടത്. അത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരം അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. കാരണം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസ് അവർ നമ്മൾ ആലോചിക്കണം. ഒന്ന്, കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ ഇന്ന് കോർപ്പറേറ്റുകൾ ഈ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കോഴിക്കോട് തന്നെ എനിക്കറിയാം 2 സ്വകാര്യ ആശുപത്രികൾ കോർപ്പറേറ്റ് ഭീമന്മാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു അഭയം കിട്ടാവുന്നത് ഇത്തരം മെഡിക്കൽ കോളേജിലാണ്. പക്ഷെ അവിടെ പോലും മരുന്നും ആവശ്യമായ ഉപകരണവും ഇല്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകണം. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കാര്യം അല്ലാതെ പൊതുസമക്ഷത്തിൽ പറഞ്ഞതിന് ഒരു ഡോക്ടർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ വകുപ്പ് തലത്തിലുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിലുള്ള ഒരു കത്താണ് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഇനി അദ്ദേഹം ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്നറിയില്ല. പക്ഷേ ഏറ്റവും പ്രാഥമികമായി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ സർജറിക്കൊക്കെ വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അത് കെട്ടിക്കിടക്കുന്ന തുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു കമ്പനിക്കും ലക്ഷങ്ങളോ കോടികളോ അവർക്ക് കിട്ടാനുണ്ടെങ്കിൽ പിന്നെയും അവർക്ക് ഈ വസ്തുക്കൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല, അവർക്കും പിടിച്ചു നിൽക്കണ്ടേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ പാളിച്ച ഈ ഫണ്ട് കൈമാറ്റത്തിൽ വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒരുപാട് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പണം കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊരു മാർഗം കാണേണ്ടത് ഗവൺമെന്റാണ്, ആരോഗ്യവകുപ്പാണ്. പക്ഷെ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ഈ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനാണ്, താലൂക്ക് ആശുപത്രികളെയാണ്. അവിടെ അവർ പോകുമ്പോൾ ഒന്നില്ലാതിരിക്കുമ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യണം? അവർക്ക് അന്നേരം മേലെ എഴുതി കൊടുക്കാൻ നല്ല എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അതെ അതെ, ശരിയാണ്. അങ്ങ് പറഞ്ഞ പോലെ അവർക്ക് ഇതാണ് ചെയ്യാൻ കഴിയുക, കൃത്യമായി കത്ത് നൽകുക, വേണ്ട നടപടികൾ അതുമായി ബന്ധപ്പെട്ടവരാണ് എടുക്കേണ്ടത്. എനിക്ക് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ നേരത്തെയൊക്കെ പലപ്പോഴും ഡോക്ടർമാർ ഇവരോട് പറയും, നിങ്ങൾ ഇന്നൊന്ന് ഇത് വാങ്ങിക്കൊണ്ടുവരും, എന്നാൽ ഞാൻ സർജറി നടത്താം. എനിക്ക് തന്നെ അറിയാവുന്ന കുറെ കേസുകളുണ്ട്. അപ്പൊ അവര് കാശില്ലാത്തവർ എന്ത് ചെയ്യും? അപ്പൊ ആരെങ്കിലും സഹായിച്ച് വേണം പോയി ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ഡോക്ടർക്ക് കൊടുത്ത് ഈ സർജറി നടത്താൻ. ഇതൊരു വല്ലാത്തൊരു ദുരവസ്ഥയാണ് നമ്മൾ ആലോചിക്കണം ആരോഗ്യരംഗത്ത് കേരളത്തിൽ. ശരിയാണ്. വളരെ നന്ദി ശ്രീ എം കെ രാഘവൻ പ്രതികരണം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്.